മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും വോട്ട് ചെയ്യാൻ പോകാനുള്ള തിരക്കിലായിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മ വന്നിരിക്കുക. ഒന്നും പറയണ്ട മക്കളെ, ഈ ചെടി മോനെ കൊണ്ട് ഒന്നും പറയണ്ട. നേരം വെളുത്ത് എൻ്റെ ടെസം മോളെ ഞാൻ കണ്ടില്ല. രാത്രിയിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മുറിയിൽ. രാവിലെ ഞാൻ എന്നെ ചെന്നപ്പോൾ കണ്ടില്ല. ഇയാൾ ഓടിച്ച് എങ്ങോട്ടോ കയറ്റി കുഞ്ഞിനെ കണ്ടില്ല. ടിൻറ്റു മോൻ നിങ്ങളുടെ പാടായെന്ന് പറഞ്ഞ് അപ്പുറത്തിരിപ്പുണ്ട്. കിട്ടുകൊണ്ട് അപ്പുറത്ത് നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് ഇവൻ എത്തിപ്പെടാത്ത രീതിയിൽ അവനോട് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ ചെടി മോൻ്റെ വിശേഷം കാണാൻ കേട്ടോ മക്കളെ, ഒന്നും പറയണ്ട. നേരം വെളുത്താൻ ഉള്ള കാഴ്ച ഇത് കണ്ടോ. ചെടിമോൻ്റെ പണിയായി. ഇതാ ഈ വേസ്റ്റ് പാത്രത്തിലിരിക്കുന്ന എല്ലാം ഇവിടെ തെന്നിച്ചിട്ടുണ്ടല്ലേ. ഇതാ ടിൻറ്റുമോൻ എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് പോയിരിക്കും. അമ്മച്ചി കുഞ്ഞിനെ അടിക്കുമോ? ആ അടുത്താകാൻ ഇവിടെ ഒന്നിച്ച് പേടിച്ചിരിക്കും. അടുപ്പിനോട് ചേർന്നുണ്ടല്ലേ. കിട്ടും ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങോട്ട് പോകുന്ന കാല് വയ്യാത്തതുകൊണ്ട് അങ്ങോട്ട് പോകും. അവിടെ കിടക്കും. ഇവിടെ കയറി പോവാ രണ്ടാളും കൂടെ. പോയിക്കോ അവിടെ ഇരുന്നു. അമ്മച്ചേട്ടൻ ചോറ് വെക്കുവാണ്. ചോറ് തരാം രണ്ടുപേർക്ക്. ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കണം. കണ്ടില്ലയോ എൻ്റെ പണി? എനിക്ക് രാവിലെ ഇനി തുടക്കമാ പണി. കയറിപ്പോ. ഇങ്ങോട്ട് വാ ചെടി വാ. ഇവിടെ വാ. ചെസമോളെ പഠിപ്പിക്കാൻ പോ. ഇവിടെ വാ. ചെസമോളെ തിരക്കി മേളിൽ കയറി. ഇവിടെ വരെ ചെടിമോനെ ഇവിടെ ഇറങ്ങി കേട്ടു. ഇങ്ങോട്ട് അടി കേട്ടു. ഓടി കണ്ടോ. എൻ്റെ കുഞ്ഞ് മേളിൽ കയറി ഒളിക്കാൻ പോയിട്ട് അവിടെ പോയിരിക്കും അവനെ. ഞാൻ കഥ തുറന്നപ്പോൾ ഇറങ്ങി കേട്ടു. അപ്പോൾ പുറത്തു ഓടും. പേടിയുണ്ടോട്. നീ എനിക്ക് ജോലിയാ കണ്ടില്ലേ. കോച്ചിറ പറഞ്ഞല്ലോ അതുപോലെ ആയി കിടക്കുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് അവിടെ കിടന്നിട്ട് അടി മേടിക്കും കുഞ്ഞിന്. രസമോളുടെ ഫുഡ് ഞാൻ കഥ തുറന്നപ്പോൾ ചാടി കയറി തിന്നു. ഇനി അവള് മോളോട്ട് കയറി പുറകെ ഓടി ചെയ്ത് കണ്ടോ. അവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്നു പൊന്നുവനോട്ട്. അവിടെ ഇവിടെ എന്തോ തടയുന്ന അമ്മച്ചി നോക്കട്ടെ. എൻ്റെ കയ്യെ കടിക്കരുത്. ഇവിടെ എന്തോ നോക്കട്ടെ. ഇവിടെ എന്തോ നോക്കട്ടെ. കുഞ്ഞേ ഇവിടെ എല്ലാം ഉണ്ടല്ലോ. ഇവിടെ എങ്ങാണ്ടൊക്കെ ചെന്നൊക്കെ തലയിട്ടൊക്കെ മുട്ടിച്ചൊക്കെ മുറിയുന്നതാ. ചേച്ചിക്കുട്ടിയാണെങ്കിൽ അവൻ മര്യാദയ്ക്ക് ഇരുന്ന് കൊടുക്കും. അവളിങ്ങനെ അമ്മക്ക് പിടിച്ച് വായിക്കാത്തൊക്കെ അമ്മക്ക് പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ അടുത്ത് അങ്ങ് കുഞ്ഞുകളിയാ. എൻ്റെ അടുത്ത് അങ്ങ് കൊഞ്ചലാ. എന്തോ ചെയ്യാനാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡ് നേരത്തിന് അവൻ കണ്ണുപിടിച്ച് അകത്ത് ചാടും. അങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം. കണ്ടില്ലേ പറഞ്ഞു കണ്ണ് ഞാൻ വെട്ടിക്കുന്ന മുമ്പ് അകത്ത് കയറി ഓടിക്കുമോ ഞാൻ കേട്ടോ.